ഹലോ എല്ലാവർക്കും അഗീസ് ടോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ വൈകുന്നേരം എങ്ങടേക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ആയി എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അൽക്കസ്ബയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ നല്ല അടിപൊളി ബ്രിഡ്ജും കനാലും ഒക്കെ ഉണ്ട്. പിന്നെ സീഗൾ ഫീഡിങ് ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നിവിൻ പോളിയും അമിതാഭ് ബച്ചനൊക്കെ അഭിനയിച്ചിട്ടുള്ള മറ്റേ ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന മൂവിയിൽ ഒരു സോങ് ഉണ്ടല്ലോ, യാ ഹല ഹബീബി എന്ന് പറയുന്നത്. ആ സോങ്ങൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിതാ അവിടേക്ക് എത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഒരു 5-5:30 ആയപ്പോഴേക്കാണ് എത്തിയത്. അപ്പോൾ നമുക്ക് ആ ഒരു ഈവനിങ് വൈബും കിട്ടും. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയി കഴിയുമ്പോൾ ഉള്ള ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ എത്തിയത്. ഇപ്പം തന്നെ നല്ല എന്താ പറയുക കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇവിടെ UAE ഇപ്പം മഴയും ഒക്കെ പല സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റുമായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ അതിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ കനാലിൻ്റെ. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 റുപ്പീസ് 130 റുപ്പീസൊക്കെയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു, സീഗൾ ഫീഡിങ് ഉണ്ടല്ലോ അങ്ങടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ടൈമിൽ അവിടെ പോയി അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. ഇരുട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരെ അല്ലിക്കുട്ടനൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ അങ്ങടേക്കാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഈ ഒരു വഴിയും പിന്നെ ഈ ഒരു കനാൽ സൈഡും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പോപ്കോണും ഫുഡൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അതിന് പോപ്കോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായി, കാരണം ഒരുപാട് കിളികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ വെച്ച് കൊടുത്താൽ വന്ന് കഴിക്കുമായിരുന്നേ. ഈ കനാലിൻ്റെ 2 സൈഡിലും നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ നമുക്ക് ആ ഒരു ഫുട്പാത്തിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയാലും നമുക്കിതിന് നല്ല വ്യൂ കിട്ടും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ 2 സൈഡിലും പിന്നെ ആ കാണുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ബോട്ട്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. അല്ലിക്കുട്ടൻ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഇന്ന്. അങ്ങനെ അതൊക്കെ കുറേ നേരം അവിടെ കണ്ടു നിന്നിട്ട് അതിനടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ റൈഡ്സൊക്കെ ആയിട്ട് അവിടെ പോയിട്ടോ. അല്ലിക്കുട്ടന് കുറച്ച് നേരം കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി പാർക്കിലൊക്കെ പോയിട്ട്. അല്ലിക്കുട്ടനും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, അവനും ബോറടിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പാർക്കിലോട്ട് പോയിട്ടോ. അങ്ങനെ അവൻ ഈ ഒരു സ്ലൈഡിലും കാര്യത്തിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നേ. ഇതിൻ്റെ വലിയ വലിയ സൈസുകളുണ്ടായിരുന്നു. അതിലൊക്കെ അവൻ പോയി നോക്കി ആദ്യം, എന്നിട്ട് അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഈ ഒരു ചെറിയ സ്ലൈഡിൽ തന്നെ അവൻ വന്നു കേട്ടോ. ഇങ്ങനെ ബലൂണിൻ്റെതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഈസി ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നിലത്ത് വീഴുക അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായി അവരോട് കളിക്കാൻ. അങ്ങനെ കുറേ നേരം അവന്
ഈ ഒരു സ്ലൈഡിൽ തന്നെ കളിച്ചു. എല്ലാം കളിച്ചതിലും അവന് ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. അവനല്ലെങ്കിലും സ്ലൈഡിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടായിരുന്നു സ്ലൈഡ്. അപ്പോൾ ഇതാ കുറച്ച് നേരം അങ്ങനെ അതിൽ കളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാറ്റർപില്ലറിൻ്റെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ആർക്കെങ്കിലും കയറായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് എന്താ പറയുക ഇറങ്ങിപ്പോരണം എന്നൊക്കെ വിചാരിച്ചാലോ അവൻ പിന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഏട്ടനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലും ഒരു 5-6 റൗണ്ട്സാണ് തോന്നുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതും അവർ രണ്ടാളും കൂടെ അതിലിരുന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി. ആദ്യം കുറേ നേരം ചുറ്റുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ആ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് കളിക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. അവനതും ശരിക്കും ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു റൈഡ് ഉണ്ടായിരുന്നു. ഇതും അവന് നല്ല ഇഷ്ടമായി. പക്ഷെ അവന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതിലിരിക്കണമെന്ന്. ഇതിലും ഏട്ടനോട് കൂടെ കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടനും കൂടെ കയറി അവൻ്റെ കൂടെ ഇരുന്നു. പക്ഷെ അവന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആദ്യം ഈ ഒരു ജീപ്പ് പോലത്തെ വണ്ടിയിലിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനത് മാറി കയറണം. കാരണം ഒരുപാട് അവിടെ ആനിമൽസ് പോലത്തതൊക്കെ ഉള്ളതുകൊണ്ട് അവന് മാറി മാറി കയറണമായിരുന്നു. പിന്നെ അവൻ എലഫൻറ്റിൽ കയറണം പറഞ്ഞു, ഡക്കിൽ കയറണം പറഞ്ഞു. അങ്ങനെ ഓരോ റൗണ്ടും മാറി മാറിയാണ് കേട്ടോ ഇരുന്നത്. ഒരുപാട് പേരൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിലും അവൻ ഒറ്റയ്ക്ക് കയറിയിരുന്നെങ്കിൽ ആകെ ബുദ്ധിമുട്ടായേനെ. കാരണം ഇതിനകത്തൂടെ ഓടി കളിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ കൂടെ കയറിയോണ്ട് സുഖമായി. അപ്പോൾ അതിലും അവൻ മാറി മാറി എല്ലാത്തിലുമൊക്കെ ഇരുന്ന് അത് അവന് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അവന് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങാൻ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ഇങ്ങനെ മാറി മാറിയൊക്കെ ഇരുന്ന് അവൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ലൈറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സൊക്കെ വന്നപ്പോൾ വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ സൺസെറ്റൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ടാവും കാണാൻ. കാരണം ഇപ്പം തന്നെ നല്ല രസമുണ്ട്. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ഈ പാർക്കിനകത്തായിപ്പോയി. ഇതിനകത്ത് ഒരുപാട് കുട്ടി ഇതുപോലത്തെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അലുകുട്ടൻ അതിനൊന്നും സംഭവിച്ചില്ല. കാരണം അവൻ കരച്ചിലും ഒക്കെ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് ഓരോ ടോയ്സൊക്കെ കാണുമ്പോൾ അത് വേണം, ഓരോ കുട്ടികളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ അത് വേണം. അങ്ങനെ ഓരോ വാശിയായിരുന്നു, കരച്ചിലായിരുന്നു കുറേ നേരം. എനിക്ക് തോന്നുന്നു ഇന്ന് മൊത്തത്തിൽ അവൻ ഒരു പകുതി ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് കരച്ചിലായി, ബഹളമായി, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. നല്ല ഷിവർ ചെയ്യാൻ തുടങ്ങി അവൻ. അപ്പോൾ ഞാൻ ക്യാപ്പൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ നമുക്കൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർബക്സിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അല്ലുകൂട്ടന് ഒരു പോപ്സിക്കിൾ വേണം. അപ്പോൾ പിന്നെ അത് വാങ്ങാനുള്ള ടൈമും അവനുണ്ടായിരുന്നില്ല. അത് കയ്യിൽ കിട്ടുന്നതിന് മുന്നേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവന് കിട്ടി. കരഞ്ഞ മുഖത്തോടെ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ലാസ്റ്റ് അവനത് കിട്ടിയപ്പോൾ പിന്നെ അത് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അവിടെയും നല്ല തണുപ്പ് വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം നേരം ഇനി ഇവിടെ ഇരിക്കേണ്ട, തിരിച്ചു പോകാമെന്നുള്ള ഒരു ഇതിലെത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അല്ലുകുട്ടൻ അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പിൽ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ചെറിയ ടോയ്സിൻ്റെ ഷോപ്പായിരുന്നു. അവിടെ ചെന്ന് അവന് വേണ്ടതൊക്കെ നോക്കി സെലക്ട് ചെയ്യായിരുന്നേ. അപ്പോൾ നോക്കുമ്പം അവിടെ നിന്ന് അവന് വേണ്ടതൊക്കെ എടുത്ത് കൈ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കാറായിരുന്നേ. പിന്നെ അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വേറെ വേറെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്കിനി അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവൻ്റെ കരച്ചിലും ബഹളമൊക്കെ കൂടിയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട, നേരെ വീട്ടിൽ പോവാം. പിന്നെ അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം തോളിൽ കിടന്ന് ഉറങ്ങി. ശരിക്കും വരുന്ന വഴിക്കും വണ്ടിയിലിരുന്ന് അവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഉറക്കത്തിൻ്റെ കൂടെയാണ് ഈ നിർബന്ധം. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പുറമൊക്കെ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെയുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കയറി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊരു ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 2 സൂപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ബീഫോ മട്ടനോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഏട്ടനാട്ടോ അതും കൂടെ കുടിച്ചത്. പിന്നെ ഒരു സാലഡ് കൊണ്ടുവന്നപ്പോൾ അല്ലുക്കുട്ടൻ അതിലുള്ള ക്യാരറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫുൾ അല്ലുക്കുട്ടൻ കഴിച്ചു. എന്നിട്ട് പിന്നെ ഫുഡ് വന്നു. ഞാൻ പാൽക്കപ്പയായിരുന്നു പറഞ്ഞത്. പക്ഷേ ചിക്കൻ പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ കൊണ്ടു തന്നത്.
എനിക്കത് വലിയ ഇഷ്ടമായില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ല. ഞാൻ വെറും പാൽക്കപ്പയായിട്ടാണ് കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിൽ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതെനിക്കൊരു സുഖമായില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ റൂമിലെത്തി കേട്ടോ.